ചിത്രത്തെ പ്രകീർത്തിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ മർദ്ദിച്ചു എന്ന മാനേജറുടെ പരാതിയിൽ നടൻ ഉണ്ണി മുകുന്ദനെതിരെ കേസ്. ഉണ്ണി മുകുന്ദൻ കരണത്തടിച്ചതായും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും എഫ്ഐആറിൽ പറയുന്നു. മാനേജർ വിപിൻ കുമാറിന്റെ പരാതിയിൽ ഉണ്ണി മുകുന്ദനോട് അമ്മ വിശദീകരണം തേടി. ഞാൻ 6 വർഷമായിട്ട് ഉണ്ണിയോട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കുറേ ടീസിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നിന്ന് ആക്ച്വലി. പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ പടങ്ങൾ മാർക്കോയ്ക്ക് ശേഷം പിന്നെ ഒരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. HLPB പരാജയപ്പെട്ടു, പുതിയ പടങ്ങൾ കിട്ടുന്നില്ല. പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗോകുലം മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു, അവർ പിന്മാറി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ റീസെൻ്റായിട്ട് പറഞ്ഞാൽ ഇപ്പം നരിവട്ടം എന്ന് പറഞ്ഞ പടം ഇറങ്ങി. ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ്റാണ്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നതാണ്. 18 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ളതാണ്. ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളുടെയൊക്കെ PR ചെയ്യുന്നതാണ്. അപ്പം ഈ അടുത്ത് നരിവട്ടം എന്ന് പറഞ്ഞ പടം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് കണ്ടപ്പോഴും ഉണ്ണിക്കത് പിടിച്ചില്ല. പുള്ളി ഞാൻ ഇന്ന് രാത്രി വിളിച്ച് പറഞ്ഞു, ഈ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ പറഞ്ഞു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഇവർ 6 വർഷമായി ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ്, അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം വളരെ മോശമായ സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഈ അമ്മ വിശദീകരണം തേടുമ്പോൾ ഉണ്ണി മുകുന്ദനെ കിട്ടുന്നുണ്ടോ? എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും പുതുതായി കിട്ടുന്ന വിവരങ്ങൾ? ശ്രീജ, ഈ നരിവേട്ടയെ പ്രശംസിച്ച് വിപിൻ പോസ്റ്റ് ഇട്ടതാണ് ഉണ്ണി മുകുന്ദനെ ചൊടിപ്പിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും കഴിഞ്ഞ 6 വർഷമായി ഇവർ ഒന്നിച്ചുണ്ടായിരുന്നത് മാത്രമല്ല, ഈ ഉണ്ണി മുകുന്ദൻ്റെ പ്രൊഫഷണൽ മാനേജർ കൂടിയായിരുന്നു വിപിൻ. അതേസമയം ഈ മാർക്കോ സിനിമയുടെ വിജയത്തിന് ശേഷം ഉണ്ണി മുകുന്ദൻ്റെ ചിത്രങ്ങളൊന്നും വിജയം കണ്ടില്ല. അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ സംവിധാനം ചെയ്യാൻ ഒരുങ്ങിയിരുന്ന ചിത്രത്തിൽ നിന്നും ഗോകുലം മൂവീസ് പിന്മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ണി മുകുന്ദനെ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആക്കിയത് മാത്രമല്ല, ഒരു പുതിയ താരത്തെ വെച്ച് അനൗൺസ് ചെയ്ത ഒരു സിനിമയുടെ നായകനെ ആ താരത്തെ മാറ്റി തന്നെയാക്കാൻ ഈ മാനേജറെ കൊണ്ട് സംസാരിപ്പിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ. ഇതൊന്നും സക്സസ് ആയിട്ടില്ല. അത്തരം ഫ്രസ്ട്രേഷൻസ് ഒക്കെ പുള്ളി കൂടെയുള്ള ആളുകളോടാണ് തീർക്കുന്നത് എന്നുള്ളതാണ് മാനേജറുടെ പരാതി. ഈ പരാതിയെ തുടർന്ന്, അതായത് ഈ നരിവേട്ടയുടെ പോസ്റ്റിനെ തുടർന്ന് ആണ് ഈ ഉണ്ണി മുകുന്ദൻ മാനേജറെ വിളിച്ചിട്ട് മാനേജർ പോസ്റ്റിൽ നിന്നും ഒഴിയണം എന്ന് പറഞ്ഞതും അതങ്ങനെ തന്നെ അദ്ദേഹം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ തുടർന്നും ഈ ഇത്തരത്തിലുള്ള ഫ്രസ്ട്രേഷനും ഇറിറ്റേഷൻസും ഒക്കെ തുടരുകയും ഇയാളെ ഫോണിൽ വിളിച്ചിട്ട് പേഴ്സണലി സംസാരിക്കണമെന്ന് പറഞ്ഞ ശേഷമാണ് ഇയാളുടെ ഫ്ലാറ്റിലേക്ക് ചെന്ന് ഇത്തരത്തിൽ ആ പാർക്കിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തി ആക്രമിച്ചത്. അത് പിന്നീട് മുന്നിൽ കണ്ടാൽ താൻ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നുള്ളത്. എന്തായാലും ഇതൊക്കെ ഈ കൊലപാതക ശ്രമം ഉൾപ്പെടെ ചേർത്തിട്ടാണ് ഇൻഫോ പാർക്ക് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അമ്മയ്ക്കും ഫെഫ്കയ്ക്കും ഒക്കെ മാനേജർ വിപിൻ പരാതി നൽകിയിരുന്നു. അമ്മ വിശദീകരണം തേടിയിട്ടുണ്ട്. എന്തായാലും ഉണ്ണി മുകുന്ദൻ അതിൽ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. അറിയേണ്ടത് ഉണ്ണി മുകുന്ദനെ ഫോണിൽ ലഭ്യമായില്ല എന്ന രീതിയിലൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഇതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. നിയമ നടപടി സ്വാഭാവികമായും നേരിടേണ്ടി വരികയും ചെയ്യും. എന്തായാലും